എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നന്ദകുമാർ, ആസ്റ്റർ മിംസ് കണ്ണൂരിലെ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ. മഴക്കാലം വന്നല്ലോ. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ മഴക്കാലം നമ്മളതിനെ വിളിക്കുന്ന വേറെ പേരാണ് പനിക്കാലം. അറിയാമല്ലോ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇപ്പം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകുന്ന മാസങ്ങളാണ് സാധാരണ ജൂൺ അവസാനം മുതൽ ഒരു നവംബർ മാസം വരെ. അതിൻ്റെ കാരണം അറിയാമല്ലോ, കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ അംഗൻവാടി അല്ലെങ്കിൽ പ്രീ കെ ജി, എൽ കെ ജി, യു കെ ജി, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾക്ക് ആണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ അസുഖങ്ങൾ കൂടുതലുണ്ടാവുക. അതുണ്ടാവുന്ന പനിക്ക് പല പല കാരണങ്ങളുണ്ട്, നമ്മൾ പിന്നീട് പറയാം. ആദ്യം പനീനെ പറ്റി പറയാം. എന്താണ് പനി? പനി പറഞ്ഞാൽ രോഗമല്ല, രോഗലക്ഷണമാണ്. അപ്പോൾ കൂടുതലും ഈ സമയത്തുണ്ടാകുന്ന പനി നമ്മൾ കാണുന്ന വൈറൽ പനികളാണ്. അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, അതായത് അംഗൻവാടി, പ്രീ കെ ജി, എൽ കെ ജി, യു കെ ജി, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഈ പോകുന്ന പ്രായത്തിലെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പനി നമ്മൾ കണ്ടുവരുന്നത്. അതിൻ്റെ കാരണം വെച്ചാൽ ഈ പ്രായത്തിലെ കുട്ടികൾ തമ്മിൽ സ്കൂളിലും ഇവിടെയൊക്കെ പോയാൽ അവർ തമ്മിൽ കോണ്ടാക്റ്റ് വളരെ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ഈ പനികൾ പകരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ഇപ്പോൾ ഒരു പനി വന്നാൽ നിങ്ങൾക്കറിയാം, പനി വന്നാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ കുട്ടി പനി വന്നിട്ട് പാരസെറ്റമോളും, സാധാരണ പനിക്ക് കൊടുക്കുന്ന പാരസെറ്റമോളാണല്ലോ, ഈ പാരസെറ്റമോളിന് കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാം. പാരസെറ്റമോൾ കൊടുത്താൽ പനി കുറയുമോ? അതുമാതിരി പനി കുറഞ്ഞ സമയത്ത് കുട്ടിക്ക് യാതൊരു ക്ഷീണമില്ലാതെ കുട്ടി ഓടിച്ചാടി കളിക്കുക. നമ്മൾ ഇൻ്റർഫെബ്രൽ പീരീഡ്, ഈ പീരീഡിൽ കുട്ടിക്ക് യാതൊരു കാര്യമായ പ്രശ്നങ്ങളില്ലെങ്കിൽ നമ്മളത് ഒരു വളരെ സീരിയസ് ആയ പനിയായിട്ട് എടുക്കില്ല. ഈ പനി വന്നാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചില റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. റെഡ് ഫ്ലാഗ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഡേഞ്ചർ സൈൻസും കൂടെ പറയും. എന്തൊക്കെയാണ് അവന്ന് പറഞ്ഞു തരാം. അതായത് ഈ പനി വന്നിട്ട് കുട്ടി ഫുൾ ടൈം പനി ഇല്ലാത്ത സമയത്തും കുട്ടി വളരെ ക്ഷീണത്തോടെ കിടക്കുക, പിന്നെ വളരെ ശക്തമായ പനി വരിക, പാരസെറ്റമോൾ കൊടുത്തിട്ടും കുട്ടിക്ക് പനി നീണ്ടു നിൽക്കുക, അതുപോലെ 3 ദിവസത്തിൽ കൂടുതൽ കുട്ടിക്ക് പനി നീണ്ടു നിൽക്കുക, അതുപോലെ കുട്ടിക്ക് പനി അതിൻ്റെ കൂടെ ശ്വാസം നയിക്കാനുള്ള ബുദ്ധിമുട്ട്, ശക്തമായ ചുമ, അതുമാതിരി വലിയ കുട്ടികളാണ് നെഞ്ഞുവേദന വരിക, അതുമാതിരി കുട്ടിക്ക് അപസ്മാരം വരിക, അതുപോലെ കുട്ടിക്ക് ശക്തമായ ഹാർട്ട് അടിയെല്ലാം പെട്ടെന്ന് കൂടുക, ശക്തമായ വയറുവേദന, ഛർദി, അല്ലെങ്കിൽ ലൂസ് മോഷൻ, അത് വയറ്റിൽ പോകുന്നത് സാധാരണ അതിൻ്റെ കൂടെ ബ്ലഡ് ഉണ്ടാവുക, മൂത്രമൊഴിക്കും വേദന ഉണ്ടാവുക, ശരീരത്തിൽ ചുവന്ന് തടിച്ച പാടുകൾ കാണുക. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കുട്ടിയെ കൊണ്ടുപോകണം. ഇതൊരിക്കലും വീട്ടിൽ നിന്ന് നമ്മൾ ചികിത്സിച്ചിട്ട് നമുക്ക് പരീക്ഷണം ചെയ്യാൻ പാടില്ല. എത്രയും വേഗം അല്ലാത്ത പനി, നേരത്തെ നമ്മൾ പറഞ്ഞ സ്ഥലത്തിലെ പനിയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു പനി പാരസെറ്റമോൾ കൊടുത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 ദിവസം മരുന്ന് കൊടുത്ത് പരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ അപ്പം അതേ സമയത്ത് നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലോ വേറെ കുട്ടികൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ ഉള്ള ആൾക്കാർക്കോ പനി ഉണ്ടെങ്കിൽ മിക്കവാറും ഒരു വൈറൽ അല്ലെങ്കിൽ ജലദോഷമൊക്കെ വന്നുള്ള പനിയാണെങ്കിൽ മിക്കവാറും വൈറൽ പനിയായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുട്ടിക്ക് വെള്ളം കൊടുക്കുക. ഏറ്റവും പ്രധാന ട്രീറ്റ്മെൻറ്റ് നമ്മൾ വെള്ളം എന്നാ പറയുക. വെള്ളം കുട്ടിയുടെ ഹൈഡ്രേഷൻ കാര്യമായിട്ട് എടുക്കുക, അതുമാതിരി കുട്ടിയുടെ ശുചിത്വം നോക്കുക. പിന്നെ കുട്ടീനെ നമ്മൾ ഭക്ഷണത്തിന് എന്തായാലും പറ്റുന്ന പോലെ കുട്ടിക്ക് പോലത്തെ ഭക്ഷണം കൊടുക്കുക. അതേ നിർബന്ധിക്കാതെ ഭക്ഷണം കഴിച്ച് കുട്ടിക്ക് വിശപ്പ് കുറവായിരിക്കും പൊതുവെ പനിയൊക്കെ വരുമ്പോൾ. കുട്ടിക്ക് വിശപ്പുണ്ടെങ്കിൽ സാധാരണ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് നോക്കുക. ഇനി പനിയെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഇനി പനിയുടെ കാരണങ്ങൾ നമ്മൾ അറിയണം. എന്തൊക്കെയാണ് കാരണങ്ങൾ? സാധാരണ ഈ സമയത്ത് വരുന്ന പനി നമുക്കറിയാം. പനി വരുന്ന കുറേ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം നമ്മൾ എയർബോൺ എന്ന് പറയും, നമ്മൾ വായു വഴി പകരും. നമ്മൾ കോവിഡ് സമയത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യാണല്ലോ. അതായത് നമ്മൾ സ്രവങ്ങളുടെ ശരീരത്തിൽ, അതായത് നമ്മൾ റെസ്പിറേറ്ററി എയർബോൺ എന്ന് വെച്ചാൽ അതായത് നമ്മൾ തുമ്മുമ്പോഴും നമ്മൾ ചുമക്കുമ്പോഴും ഒക്കെ പകരുന്ന പനികൾ. അതിൽ പ്രധാനമായിട്ട് ഈ വൈറൽ പനിയൊക്കെ പകരുന്ന പ്രധാന കാരണം അതാണ്. അപ്പോൾ എന്തൊക്കെയാണ് വൈറൽ ഡിസീസ് എന്ന് അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഏറ്റവും പേടിക്കേണ്ട ഒന്നാണ് നമ്മൾ ഇൻഫ്ലുവൻസ വൈറസിനെ കൊണ്ട് വളരെ സീരിയസ് ആയ അസുഖങ്ങൾ ഉണ്ടാകും. ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു കുട്ടി കിടക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ഇൻഫ്ലുവൻസ വന്നിട്ട് നമ്മൾ നെക്രട്ടൈസിങ് എൻകഫലൈറ്റിസ് എന്ന് പറയും, ഏനക്. അതെല്ലാം വളരെ സീരിയസ് ആയ ഫോമിൽ വരുന്നതാണ് ഇൻഫ്ലുവൻസ വന്നാൽ. അപ്പോൾ എല്ലാ വൈറൽ പനികളും നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റില്ല. അതുപോലെ ഉണ്ടാകുന്ന മറ്റ് ഇതാണ് ഇപ്പോൾ നമ്മൾ റൈനോ വൈറസ്, അതുമാതിരി റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ്, അഡിനോ വൈറസ്, ഇതുപോലത്തെ ഒരുപാട് തരം വൈറസ് ഉണ്ട്. പക്ഷേ ആ വൈറസ് വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടിക്ക് വലിയ കുഴപ്പങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി വരുന്നതാണ് പിന്നെ ബാക്ടീരിയനെ കൊണ്ടുള്ള പനി. ബാക്ടീരിയനെ കൊണ്ടുവരുന്ന പനികൾ യൂഷ്വലി തുടക്കത്തിൽ അത്ര ശക്തമായിട്ടുണ്ടാവില്ല. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോൾ കുട്ടി ശക്തമായ പനി വരിക, കുട്ടിക്ക് ഭയങ്കര ക്ഷീണം വരിക, അതിൻ്റെ കൂടെ ചുമ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ന്യൂമോണിയ പോലത്തെ അസുഖങ്ങൾ നമ്മൾ സംശയിച്ച് ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. പിന്നെ വരുന്നത് നമ്മൾ വാട്ടർ ബോൺ, അതായത് നമ്മളെ വെള്ളത്തിലൂടെയും മറ്റും പകരുന്ന പല അസുഖങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം വയറിളക്ക രോഗങ്ങൾ.
വയറിളക്ക രോഗം ഒരുപാട് കാരണങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ വയറിളക്ക രോഗങ്ങളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറയാതെ നോക്കുക. അത് നമുക്ക് ORS, അല്ല കുട്ടി ORS കുടിക്കാൻ ബുദ്ധിമുട്ടാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നമ്മൾ കഞ്ഞിവെള്ളം, കരിക്കിൻ്റെ വെള്ളം അതുപോലത്തെ വെള്ളങ്ങൾ കൊടുക്കുക. പിന്നെ സാധാരണ ഭക്ഷണങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് അധികം മധുരമില്ല അതോ പശുവും പാൽ അതുപോലത്തെ സാധനങ്ങൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ ഈ വയറിളക്ക രോഗം വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാതിരിക്കാം. ORS ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറ്റുമെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാന ചികിത്സ. എന്നിട്ടും കുട്ടിക്ക് വല്ലാതെ ക്ഷീണമുണ്ട്, കുട്ടിക്ക് ബ്ലഡ് പോവുക, കുട്ടി ഛർദ്ദിക്കുക, ശക്തമായ വരവുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് ഒരു വൈദ്യസഹായം തേടേണ്ടതാണ്. പിന്നെ വരുന്ന വയറിളക്ക രോഗം നമ്മൾ ഇതുമാതിരി വരുന്ന വാട്ടർ ബോൺ ഡിസീസിൽ പ്രധാനമായിട്ട് നമ്മൾ ടൈഫോയിഡിൻ്റെ പ്രധാന കാരണം നമ്മൾ നന്നായി ചൂടാക്കാത്ത ആഹാരങ്ങളും ഇതൊക്കെ കഴിക്കുന്നതാണ് ടൈഫോയിഡ് വരാനുള്ളൊരു പ്രധാന കാരണം. അപ്പം ടൈഫോയിഡ് യൂഷ്വലി ഒരു 7 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനി ഉണ്ടാവുക, കുട്ടിക്ക് വയറ്റിൽ ലൂസായി പോവുക, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാതിരിക്കുക, വയറ് വേദന വരിക, വയറ് വീർക്കുക, ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങളും ടൈഫോയിഡിൽ ഉണ്ടാവാം. അപ്പോൾ ടൈഫോയിഡൊക്കെ സസ്പെക്റ്റ് ഉണ്ട് ഉടനെ തന്നെ ഡോക്ടറെ അടുക്ക പോയി നിങ്ങൾ ചികിത്സ തേടേണ്ടതാണ്. പിന്നെ നമ്മൾക്കറിയാം നമ്മൾ എലിപ്പനി, അതായത് ലെപ്റ്റോസ്പൈറോസ് സാധാരണ കുട്ടികൾക്ക് അത്ര കോമൺ ആയിട്ട് കാണുന്നില്ലെങ്കിൽ കൂടി നമ്മൾ ഈ മലിനജലത്തുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല കുട്ടികൾ, അതായത് എലി മൂത്രമൊക്കെ വരുന്ന മലിനമായ ജലങ്ങളിലൊക്കെ കുട്ടി കളിക്കുക, അതുപോലെ ഈ മഴയത്തൊക്കെ കുട്ടി കളിച്ച് ആ പ്രശ്നം, അതായത് ചളിവെള്ളത്തിൽ കളിക്കുന്ന കുട്ടിക്ക് സാധാരണ വരാൻ സാധ്യതയുള്ള രോഗമാണ് എലിപ്പനി. അപ്പോൾ ഇങ്ങനെ അതിലൊക്കെ ഉണ്ടാവും ശക്തമായ പനി, അതുമാതിരി ശരീരവേദന, കണ്ണ് ചുവക്കുക, ഇങ്ങനത്തെയൊക്കെ ഉണ്ടാവും. അതിനെ വളരെ സീരിയസ് ആയ രൂപത്തിൽ നമ്മൾ ലിവറിനെ ബാധിച്ച് നമ്മൾ വീസ് ഡിസീസും അതുപോലത്തെ സീരിയസ് ആയ ഫോം ഉണ്ടാവാം. പക്ഷേ കുട്ടികൾ പൊതുവേ അതൊരു സാധ്യത കുറവാണ്. പിന്നെ വരുന്നതാണ് നമ്മൾ ഈ വെക്ടർ ബോൺ എന്ന് പറയുക, അതായത് കൊതുകും അതുപോലത്തെ ഈ ജീവികളും പകർത്തുന്ന രോഗങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനം നിങ്ങൾക്കറിയാം ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി ഒരു വൈറൽ പനിയാണ്, പക്ഷേ എന്നാലും എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഡെങ്കിപ്പനിനെ പറ്റി കാരണം വെച്ചാൽ ഡെങ്കിപ്പനി സാധാരണ വളരെ സീരിയസ് ആവില്ലെങ്കിൽ ഡെങ്കിപ്പനി 1-2 പ്രാവശ്യമൊക്കെ വരുവാണെങ്കിൽ വളരെ സീരിയസ് ആയി മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു പനിയാണ് ഡെങ്കിപ്പനി. നിങ്ങൾക്കൊക്കെ അറിയണ്ട, പേപ്പറിലൊക്കെ വായിക്കുന്ന ഡെങ്കിപ്പനി, അതായത് വന്നിട്ട് ഡെങ്കി ഷോക്ക് സിൻഡ്രോം, അതായത് ബ്ലീഡിങ് ഉണ്ടാവുക, പ്ലേറ്റ്ലെറ്റ് കുറയുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഡെങ്കിപ്പനി ശ്രദ്ധിക്കട്ടെ, നമ്മൾ പനി വന്നാൽ നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ആക്കുമ്പോൾ നമ്മൾ കൗണ്ടൊക്കെ കുറഞ്ഞ് കാണുക, അതുമാതിരി കുട്ടിക്ക് ഒരുപാട് ഭയങ്കരമായ ക്ഷീണം വരിക, നമ്മൾ പനിയിൽ നേരത്തെ പറഞ്ഞില്ല ഇൻ്റർഫെബ്രൽ പീരീഡിൽ കുട്ടി ക്ഷീണം അതുപോലെ വരിക, ശക്തമായ വയറുവേദന, ഛർദ്ദിയൊക്കെ ഉണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ആക്കി, ഡെങ്കിക്ക് പ്രത്യേകിച്ച് ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റൊക്കെ അതിന് ഡെങ്കിപ്പനി ആണെന്ന് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രേഷനാണ്, അതായത് വെള്ളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഡോക്ടറെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് കുട്ടിയുടെ കണ്ടീഷനൊക്കെ നമ്മൾ മോണിറ്റർ, ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരെ വരും ഈ ഡെങ്കിപ്പനി വന്നാൽ. പിന്നെ വരുന്നത് ഇതാണ് മലേറിയ. നമ്മുടെ നാട്ടിൽ കുറവാണ്, പക്ഷേ ഇപ്പോൾ നമ്മൾ നോർത്തിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ ഇവിടെ പണിക്കാരൊക്കെ വരുന്നതുകൊണ്ട് മലേറിയ നമുക്ക് പൂർണ്ണമായി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ച് കേസുകൾ മലേറിയയും കൂടെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ സ്ക്രബ് ടൈഫസ് എന്ന് പറയും, അതായത് നമ്മൾ ചെള്ളുപനി, അതും ഇതുപോലെ വളരെ മാരകമാവാൻ സാധ്യതയുള്ള പനികളാണ്. അപ്പോൾ അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ശക്തമായ പ്രശ്നങ്ങൾ വരുന്ന പനികൾ ഇതൊക്കെ നമുക്ക് ഡേഞ്ചർ സൈൻസ്, നേരത്തെ പറഞ്ഞ ഡേഞ്ചർ സൈൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ഈ ഭാഗങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പനിയെ അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് ചികിത്സിച്ചതുപോലെ ചെയ്യാതെ അടുത്തുള്ള പീഡിയാട്രിഷ്യനെ നിങ്ങൾ കാണിച്ച് വൈദ്യസഹായം നേടേണ്ടതാണ്. പിന്നെ അടുത്ത ചോദ്യം, ഡോക്ടർ ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? അതിന് വേണ്ട ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അസുഖങ്ങളിലെ കുട്ടികളെ ഒരു കാരണവശാലും സ്കൂളിലേക്ക് അയക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ സാധാരണ കുട്ടിക്കൊരു പനി വന്നു അല്ലെങ്കിൽ ഒരു ശക്തമായ ജലദോഷം ചുമയും വന്നു കഴിഞ്ഞാൽ മരുന്ന് കൊടുത്ത് നേരെ കുട്ടീനെ സ്കൂളിൽ വിടും. എന്താ പറ്റുമോ, സ്കൂൾ ബസ് നിങ്ങൾക്ക് അറിയാമല്ലോ, കുട്ടികളൊക്കെ തിങ്ങിയിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെയുള്ളൊരു കാലാവസ്ഥയിൽ ഈ കുട്ടിക്ക് അടുത്ത കുട്ടികൾക്ക് മുഴുവൻ ഈ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്കൂൾ റൂമിലും അടച്ച റൂമാണെങ്കിൽ ഇതുപോലത്തെ അസുഖങ്ങൾ, കുട്ടി ഒന്നിച്ച് കളിക്കുക, ഈവൻ പ്രീ KG ഒക്കെ ഒന്നിച്ച് കിടന്നുറങ്ങുക, ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മറ്റു കുട്ടികൾക്ക് പകരും. അപ്പം നമ്മൾ ഈ സ്കൂളിലേക്ക് ഈ അസുഖമുള്ള കുട്ടികളെ അയച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ അസുഖങ്ങൾ വന്നാൽ വീട്ടിൽ നിങ്ങൾ കിടത്തി റെസ്റ്റ് എടുപ്പിക്കുക. അതുപോലെ ഹൈഡ്രേഷൻ, അതായത് നമ്മൾ കുട്ടീൻ്റെ വെള്ളങ്ങളൊക്കെ കൊടുത്ത് കുട്ടീനെ ചികിത്സിക്കുക. അതേസമയം ഡേഞ്ചർ സൈൻസ് കാണാൽ പീഡിയാട്രിഷനെ കാണിക്കുക. ഇതൊക്കെയാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ. പിന്നെ ഉള്ളത് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ. ഇത് വളരെ പ്രധാനമാണ്. കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വാക്സിനേഷൻ വഴി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞ ഇൻഫ്ലുവൻസ പറഞ്ഞില്ല. ഈ വാക്സിൻസും നമ്മൾ സാധാരണ ഗവൺമെൻറ് സെറ്റപ്പിൽ കിട്ടാറില്ല, അത് പ്രൈവറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രശ്നം കുറച്ച് കോസ്റ്റ്ലിയാണ് ഇതൊക്കെ, എന്നാലും പറ്റുന്ന ആൾക്കാർ ഇതുപോലത്തെ ഇൻഫ്ലുവൻസ വരാതിരിക്കേണ്ട വാക്സിൻ അവൈലബിൾ ആണ്, നമുക്ക് ടൈഫോയിഡ് വരാതിരിക്കേണ്ട വാക്സിൻ അവൈലബിൾ ആണ്. അതുമാതിരി ഇത് ഒരുപാട് വാക്സിൻസ് ഇതുപോലെ നമുക്ക് കൊടുത്ത്, പിന്നെ നമ്മൾ റുട്ടീനായി കൊടുക്കുന്ന ന്യൂമോണിയയുടെ വാക്സിൻ ഉണ്ട്, എല്ലാ DPT, ആ വാക്സിൻസ്, എല്ലാതരം വാക്സിൻ, മീസിൽസിൻ്റെ വാക്സിൻ, ഇതൊക്കെ എല്ലാ വാക്സിൻസും
നിങ്ങളെ കുട്ടിക്ക് എടുത്തു എന്ന് നിങ്ങൾ ഉറപ്പാക്കുക. എന്നിട്ട് ഈ വക കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ രോഗങ്ങൾ വരാതെയും ഈ രോഗങ്ങൾ സീരിയസ് ആവാതെ നമുക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്.